ഹായ്. ഹായ്, നമസ്കാരം. നമസ്കാരം. എല്ലാരും ഉണ്ടല്ലോ. നോമിനെ അറിയില്ലേ? രാജശേഖരൻ സംക്രാന്തി, അസ്ട്രോളജി. സിനിമാക്കാരല്ലേ? അപ്പൊ സിനിമാക്കാരെ അറിഞ്ഞിരിക്കാൻ സാധ്യത ഇല്ലല്ലോ. നോമാണ് പല സിനിമാക്കാർക്കും പേര് മാറ്റിക്കൊടുത്തതും പല സിനിമകൾക്ക് പേരുകൾ പറഞ്ഞു കൊടുത്തതും പലതിൻ്റെ മുഹൂർത്തങ്ങൾ, അതായത് പൂജയ്ക്കുള്ള ഡേറ്റുകളൊക്കെ കുറിച്ച് കൊടുക്കുന്ന നോമാണ്. അതിലൂടെ പലരും അങ്ങോട്ട് ക്ലിക്കായി പോയിട്ടുണ്ട് കേട്ടോ. ഏത് പടമായിരുന്നു ഇപ്പൊ ഈ അടുത്ത് ചെയ്തത്? അപ്പൊ അടുത്തത് ഞാൻ പേര് മാറ്റി കൊടുത്തത് സത്യം പറഞ്ഞാൽ അത് അറിഞ്ഞുകൊണ്ട് മാറ്റി കൊടുത്തതല്ല, ഒരു നിമിത്തത്തിൽ പറ്റിപ്പോയതാണ്. ഈ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നേ. വീട്ടിലൊരു ചെറിയ ലോണിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിൽ നിന്ന് ജപ്തി വരുമെന്നും പറഞ്ഞ് അതിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഒരു ടീം വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ പുതിയ പടം തുടങ്ങിയാണ്, അതിൻ്റെ പേരൊന്ന് മാറ്റി തരണമെന്ന് പറഞ്ഞു. ഞാൻ ആ ടെൻഷൻ ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും കൊണ്ടയിട് എന്നൊക്കെ പറഞ്ഞു. അവരിത് കേട്ട പാടി കേൾക്കാത്ത പാടി ആ പടത്തിന് അങ്ങോട്ട് ഉണ്ട എന്ന് പേരിട്ടു. ആ പടം കയറി ക്ലിക്കായി. കണ്ടായിരുന്നോ പടം? നല്ല സിനിമ. അതാണ് ആ പടം. അങ്ങനെ പല കാര്യങ്ങളും എന്നിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് ചരിത്രമാണ്. ഏതെങ്കിലും നടന്മാരുടെ പേര് മാറ്റിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ, എത്രയോ നടന്മാർ ഞാൻ പേര് മാറ്റി കൊടുത്തിട്ട് ക്ലിക്കായി പോയിരിക്കണു. ആരാത്? ഇപ്പൊ ഉദാഹരണത്തിന് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആ പടം കയറി കാണുമോ? ഗോപാലകൃഷ്ണൻ അഭിനയിക്കുന്ന പടം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കയറി കാണുമോ? ഞാൻ പേര് മാറ്റി കൊടുത്തു, അയാൾ കയറി ക്ലിക്കായി, സൂപ്പർ സ്റ്റാർ ആയില്ലേ? ദിലീപ്. ഒറിജിനൽ പേര് ഗോപാലകൃഷ്ണനാണ്. അതേപോലെ തന്നെ വേറെ 2 ഫേമസ് ആൾക്കാരുണ്ട്. ശാന്തകുമാരി, ഒന്ന് മുഹമ്മദ് കുട്ടി. അടുത്ത ആഴ്ച മുതൽ ശാന്തകുമാരി മുഹമ്മദ് കുട്ടി അഭിനയിക്കുന്ന പടം വരുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കയറുമോ? ഇല്ല, കേറിയല്ല. ഞാൻ പേര് മാറ്റി കൊടുത്തു, പേര് മാറ്റി ഇട്ടു, പടം കൊണ്ട് കയറി ക്ലിക്കായി, 2 പേരും ക്ലിക്കായി. എന്തായിട്ട്? മുഹമ്മദ് കുട്ടി എന്ന് പറയുന്നത് മമ്മൂട്ടിയാണ്, നമ്മുടെ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാറേ. അതേപോലെ ശാന്തകുമാരി. ശാന്തകുമാരി അതാരത്? അറിയില്ല? ഇല്ല. നമ്മുടെ സീമ ചേച്ചി. ഒറ്റ പടം കൊണ്ട് കയറിയല്ലായിരുന്നോ അവര്? ആ ഒരു പടം തന്നെ ഞാൻ 16 പ്രാവശ്യം ഇരുന്ന് തിയേറ്ററിൽ ഇരുന്ന് കണ്ടു. അവളുടെ രാവുകള്. അപ്പൊ കണ്ടു അല്ലേ? അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന കുട്ടി, ഇതിന്റെ ഒറിജിനൽ പേരെന്താന്ന് അറിയോ? എന്റെയോ? ആ, രഞ്ജിനി ജോസ് അല്ലേ? അല്ലല്ല, ആദ്യത്തെ പേരെന്താന്ന് അറിയില്ല? ഏലിയാമ്മ ജോസ്. ഏലിയാമ്മ ജോസ്. ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിലെ ഇങ്ങനെ രഞ്ജിനി കേട്ടോണ്ടിരിക്കുക, ഉച്ച സമയമാണേ. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ, അതായത് ജോസ് എന്ന് പറയുന്ന ആൾ എന്നെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നു. എന്നോട് പറഞ്ഞു, എന്റെ മോൾ ഒരു പാട്ടുകാരിയാണേ, അങ്ങോട്ട് അങ്ങോട്ട് കയറുന്നില്ല, വലിയ പിച്ചുള്ള പാട്ടുകളൊക്കെ പാടുമ്പോൾ വെള്ളി അടിച്ച് അങ്ങ് വാരി പോവുകയാണ്. ഞാൻ പറഞ്ഞു, പേരൊന്നും മാറ്റിയിട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് ഉയർച്ചകളുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിയുടെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ പേര് ജോസ് എന്നാണ് എന്ന് പറഞ്ഞു. ഞാൻ അയാളോട് ചോദിച്ചു, നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ പുള്ളി പറഞ്ഞു രഞ്ജിനി. ഓക്കെ, രഞ്ജിനി ഹരിദാസ് അങ്ങോട്ട് ഇട്ടോളുക, അല്ലെ രഞ്ജിനി ജോസൻ അങ്ങ് ഇട്ടോളുക എന്ന് പറഞ്ഞു. അത് വേറെ ആളാണല്ലോ അല്ലേ, രഞ്ജിനി ഹരിദാസോ? അത് ഞാൻ മാറ്റിയുടെ പേരാണേ. അപ്പോൾ രഞ്ജിനി ജോസൻ അങ്ങനെ പേര് വന്നു, ആ കുട്ടി കയറി ക്ലിക്കായി. അതുകൊണ്ടാണ് ഈ രാജാവിൻ്റെ കസേരയിൽ ഇപ്പോൾ കയറി ഇരിക്കണത് തന്നെ. ആരാണത്? ആ, വരിക. നമസ്കാരം. നല്ല കണ്ട് പരിചയം തോന്നുന്നു, എവിടെയാണെന്നൊരു ഊഹം അങ്ങോട്ട് കിട്ടുന്നില്ല. ഫിലിം പ്രൊഡ്യൂസർ. മുമ്പ് വന്നിരുന്നു. ഒരുപാട് പേരിങ്ങനെ വരുന്നോണ്ടേ മുഖം അങ്ങോട്ട് കറക്റ്റായിട്ട് മനസ്സിൽ പതിയില്ല, അതുകൊണ്ടാണ്. പേരോർമ്മ ഉണ്ട്. എന്തോ ഒരു പാടം കൂട്ടിയിട്ടല്ലേ? കുരിയച്ചൻ മല്ലിപ്പാടം. മല്ലിപ്പാടം. അതെന്താ അങ്ങനെ ഒരു പേര് വരാൻ കാരണം? അമ്മമാരായിട്ട് ഭയങ്കര കോടീശ്വരന്മാരാണ്, ഒരുപാട് ഭൂസ്വത്തുള്ള ആൾക്കാരാ. അപ്പൊ അപ്പം മരിക്കുന്നതിന് മുമ്പ് അപ്പന് കുറച്ച് പാടം ഉണ്ടായിരുന്നു. ഞങ്ങള് 3 ആമക്കളാ, 3 ആമക്കൾക്കായിട്ട് വീതിച്ച് നൽകി തന്നു. അയാളുടെ അന്നേരത്തെ ഭാരം ഒഴിവാക്കി. അതെ, മൂത്ത ആൾക്ക് മുളക് പാടം കൊടുത്തു, എനിക്ക് മല്ലിപ്പാടം തന്നു, ഇളയ ആൾക്ക് മഞ്ഞൾപ്പാടം കൊടുത്തു. മഞ്ഞൾപ്പാടക്കാരൻ ഇഷ്ടത്തിന് കഷ്ടപ്പെടുമല്ലോ? ഇല്ല, കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. ഇപ്പം വന്നതിന്റെ കാര്യം എന്താണ്? മൂത്ത കാശുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനിപ്പോ വാടകയ്ക്ക് താമസിക്കുക. പൂത്ത കാശുണ്ടെങ്കിൽ എന്താണ് മാറി താമസിക്കുന്നത്? ആ കാശെടുത്ത് തെളിവാക്കി ഞാൻ ജീവിച്ചുകൂടെ? അങ്ങനെയല്ല, പിന്നെ എങ്ങനെയാണ്? കാശിങ്ങനെ വീട്ടിൽ അട്ടിക്ക് വെച്ചേക്കാണല്ലോ. തണുപ്പടിക്കുമ്പോ ഈ കാശ് അങ്ങോട്ട് പൂക്കാൻ തുടങ്ങും. ഒരു പൂത്ത മണം എനിക്ക് അങ്ങോട്ട് പിടിക്കൂല. ആ സ്മെല്ല് എനിക്ക് പിടിച്ചു കഴിഞ്ഞാലേ എനിക്ക് ആസ്മയുടെ കുഴപ്പമുണ്ട്. അപ്പൊ എനിക്കത് അലർജി ഉണ്ട്. അപ്പൊ ഞാനത് വാടകയ്ക്ക് താമസിക്കുക. ഭയങ്കര സ്മെല്ല്. ഈ നോട്ടിന്റെ മണം, അതായത് പൂത്ത മണം വരുന്നതുകൊണ്ട് മാറി താമസിക്കാണ്, ഇല്ലായ്മ കൊണ്ടല്ല. ഞാനിപ്പോ വന്ന കാര്യം പറയാ. സ്വാമിയെ കാണാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ആദ്യത്തെ പടത്തിന് പേരിട്ടത് സ്വാമിയാണ്. നോമാണ് ഇട്ടത്. എന്തായിരുന്നു അതൊരു പേര്? ഇപ്പോഴും ഓർക്കണല്ലോ. അന്ന് പെയ്ത മഴ ഓർക്കണു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല. അയ്യോ, പേരിട്ട് അന്ന് തന്നെ ഷൂട്ട് തുടങ്ങി. അന്ന് പെയ്ത മഴയിൽ നിന്ന് പേരിട്ട് അന്ന് തുടങ്ങിയ മഴയാണ്. ഒരു രക്ഷയില്ല. മഴ പെയ്ത് മഴ കൂടി അവസാനം പ്രളയമായി.
ഇപ്പൊ നടീനടന്മാരും നായകനും നായികയൊക്കെ ക്യാമ്പിലിരിക്കാണ്. ക്യാമ്പിൽ കിടക്കണം അവിടെ. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ തഴയണക്കും ബെഡ്ഷീറ്റിനും വേണ്ടി അവിടെ അടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു നിമിത്തം അതിൽ നിന്നും ഉണ്ടായി. അപ്പൊ അത് ഞാൻ വിട്ടിട്ട് രണ്ടാമത്തെ ഒരു പടം പിടിച്ച്. അപ്പോഴും ഞാൻ സാമിനെ കാണാൻ വന്നിരുന്നു, നാം ഓർക്കുന്നു. അപ്പൊ സാമി എന്നോട് പറഞ്ഞ് ന്യൂമറോളജി പ്രകാരം ഷാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന. സത്യമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ചില അക്ഷരങ്ങൾ കയറി പിടിച്ചാൽ അതിൽ നിന്നൊരു വെച്ചടി കയറ്റം ഉണ്ടാവും. സത്യമാണ് ആ കാര്യം. അങ്ങനെ ഒരു നായികയെ വെച്ച് കഴിഞ്ഞാൽ പടം സൂപ്പർ ഹിറ്റ് ആവും എന്ന് പറഞ്ഞു. സത്യമാണ് ആ കാര്യം. ഞാൻ സ്വാമി പറഞ്ഞാൽ ഞാനൊന്നും നോക്കിയില്ല. ഞാൻ കണ്ണും പൂട്ടി നേരെ ബോളിവുഡിലേക്ക് പോയി. നമ്മുടെ ശില്പ ഷെട്ടിനെ ബുക്ക് ചെയ്യാൻ വേണ്ടി. നല്ല കുട്ടിയാണ്. എന്റെ പേര് പറഞ്ഞപ്പോൾ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞോ? പറഞ്ഞു, എന്നോട് പല കാര്യത്തിനും എന്നെ കാണാൻ. അങ്ങനെ ഞാൻ ബോംബെ ചെന്ന് ശില്പ ഷെട്ടിയെ കണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്ത് ശില്പ ഷെട്ടി വരാന്ന് എത്തി. ഭാഗ്യം. എന്നോട് ശില്പ ഷെട്ടി പറഞ്ഞു നേരെ എയർപോർട്ടിലേക്ക് പോയിക്കോ, ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞു ശില്പ ഷെട്ടി. അങ്ങനെ 2.5 മണിക്കൂർ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഷഡ്ഡി ഇല്ലാതെ ഞാൻ അങ്ങോട്ട് പോന്നു. എങ്ങനെയാണ്? ശില്പ ഷെട്ടിനെ ഞാൻ ബോംബെ പോയി കണ്ടു. കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ശില്പ ഷെട്ടി വരാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു എയർപോർട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. 2.5 മണിക്കൂർ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ഷഡ്ഡി ഇല്ലാതെ ഞാൻ അങ്ങോട്ട് പോന്നു. ഫ്ലൈറ്റില്ല, വേറെ ആൾക്കാരൊന്നും അതിനകത്തില്ലായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. ആരും ഒന്നും ചോദിച്ചില്ല, ഒരു അഭിപ്രായം പറഞ്ഞില്ല. ഇല്ല, എയർ ഹോസ്റ്റസ് പോലും ഒന്നും പറഞ്ഞില്ല. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നു പോലും ചോദിച്ചില്ല. അയ്യേ, ആണുങ്ങളായാൽ അതൊക്കെ ഉപയോഗിക്കണ്ടേ? ഈ പറയുന്ന ഷഡ്ഡി. അയ്യേ, പിന്നെ ഷഡ്ഡി ഇല്ലാതെ നിങ്ങൾ ഫ്ലൈറ്റ് യാത്ര ഷഡ്ഡി ഇല്ലാതെ പോകുന്നാ പറഞ്ഞത്. അതായിരുന്നോ? നാം വേറെ ചിന്തിച്ചു കേട്ടോ. ഒരുപാട് അങ്ങ് കണക്ക് കൂട്ടി പോയി. കോളാണ്. ആരാണ്? കാമറൂൺ. കാമറൂണോ? ടൈറ്റാനിക് ചെയ്തില്ലേ? ജെയിംസ് കാമറൂൺ. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച ശല്യാണ്. പുതിയ പടം ഏതാണ്ട് തുടങ്ങാൻ പോകുന്നു. അതിന് പേരിട്ട് കൊടുക്കണം. ഒരു സെക്കൻഡ്. ജെയിംസ് എന്നാടാ? നോ 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 ദിസ് ഇസ് എ ലാസ്റ്റ് വാർണിംഗ് ഓഫ് സിവിൽ ടെക്നിക്കൽ റിട്ടേൺ ഓഫ് ദ ഡ്രാഗൺ. നിന്റെ ഒരു പ്രശ്നത്തിന് ഞാൻ ഇടപെടിയല്ല. കാര്യം ഞാൻ അന്ന് പറഞ്ഞ നീ അനുസരിച്ചില്ല. ഒരു പരിധി വിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാലേ ഛർദിക്കാൻ വരും. അതാണേ ഓക്കെ. നോ 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 ഇനി മേലിൽ എന്നോട് റിട്ടേൺ കോൾ ഓഫ് ദ ഡ്രാഗൺ. ഓക്കെ, നോ റിട്ടേൺ കോൾ. ഓക്കെ, താങ്ക് യു. അവനാണേ പുതിയ പടത്തിന് പേരിട്ട് കൊടുക്കണം. അത്ര അല്ല, ഈ ജെയിംസ് ആയിട്ട് എങ്ങനെ ജെയിംസ് കാമറൂണൊക്കെ ആയിട്ട്? പിന്നെ ആദ്യത്തെ പടമില്ലേ പുള്ളിയുടെ ഹിറ്റായ പടം ടൈറ്റാനിക്. അതിന് പേരിടാൻ എന്റെ അടുത്തല്ലേ വന്നത്. ഞാൻ നല്ലൊരു പേര് ഉദ്ദേശിച്ചു കൊടുത്താണ്. ഞാൻ നല്ലൊരു പേര് പറഞ്ഞു കൊടുത്തു. ഇട്ടില്ല അതിന്. ഏതായിരുന്നു പേര്? തച്ചിലെടുത്ത് ചുണ്ടൻ. ആ കപ്പലിന് അങ്ങനെ പേരിടാണ് ഞാൻ പറഞ്ഞത്. ഇട്ടില്ല. അങ്ങേറെ ഏതാണ്ട് മുത്തച്ഛന്റെ ഒരു ആഗ്രഹമാണ് ടൈറ്റാനിക് എന്ന് പേരിടണമെന്ന്. അങ്ങനെ ആ പേരിട്ടു. അന്ന് തന്നെ തകർന്നില്ല. എല്ലാം 2 ഒടിയായിരുന്നു. എല്ലാം മഞ്ഞുമലയിൽ പോയില്ലേ, ചത്തുപോയില്ലേ 1000-600 എണ്ണം. അല്ല, എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഓസ്കർ അവാർഡ് വരെ കിട്ടിയില്ലേ? അതുകൊണ്ട് കാര്യമുണ്ടോ? ദേശീയ അവാർഡ് കിട്ടിയോ അതിന്? പോട്ടെ, ഒരു സംസ്ഥാന അവാർഡ് കിട്ടിയോ? ഇല്ല, അതും പോട്ടെ. അമ്മയിൽ ആരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? അതുമില്ല. അപ്പൊ അതുകൊണ്ട് അതാണ് നിമിത്തമാണ് പേര് എന്ന് പറയുന്നത്. അത് ഇത്രയും കറക്റ്റ് ആയിരുന്നു. എനിക്കോ? എനിക്ക് ഭ്രാന്തുണ്ടോന്നോ? ഇംഗ്ലീഷ് വായിക്കാൻ അറിയോ? അറിയാം. 2 വർഷം മുമ്പ് എനിക്ക് ഭ്രാന്ത് മാറി എന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇത് നോക്കിയിട്ട് പറയൂ എനിക്ക് ഭ്രാന്തുണ്ടോ ഇല്ല. അതാണ് എഴുതിയിരിക്കുന്നത്. പ്രൊഫസറാണോ എഴുതിയിരിക്കുന്നത്? അപ്പൊ അങ്ങനെ വരില്ല. അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചു മ്ലേച്ഛമായ ചോദ്യങ്ങളാണ് അതൊക്കെ. ഒന്നും പാടില്ല കേട്ടോ. അതെ, ഞാനിപ്പോ വന്ന കാര്യം പറയൂ. ഞാൻ ഒരു പടം കൂടി തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. അപ്പോ പടം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടുമ്പുറത്തെ ഒരു കഥയാണ്. നല്ലതാണ്. നാട്ടുമ്പുറ കഥയാകുമ്പോൾ നാട്ടുമ്പുറം തന്നെയാവും. പക്ഷെ അതിന്റെ സംവിധായകന് ഒരു ആഗ്രഹം ഈ പടം ജർമ്മനി പോയി ഷൂട്ട് ചെയ്യണമെന്ന്. നായിക എവിടുന്നാണ്? നമ്മുടെ നാട്ടുമ്പുറത്തെ നായിക. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ അയാൾക്ക് ഉണ്ടാകാം, സ്വാഭാവികമാണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത് പറയൂ. അപ്പൊ അയാളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ജർമ്മനി പോയി ഷൂട്ട് ചെയ്യണമെന്ന്. എന്റെ ആഗ്രഹം അണ്ടിപ്പിളിക്കാവിൽ ഷൂട്ട് ചെയ്യണമെന്ന്. എവിടെയാ? അണ്ടിപ്പിളിക്കാവ് എന്റെ നാടാണ്. അത് സ്ഥലത്തിന്റെ പേരത്? അതെ. അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാം. എന്താ അവിടെ വെച്ച് തന്നെ അങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന കാര്യം വരെ വിദേശ രാജ്യങ്ങളാണെങ്കിൽ നല്ല കളർഫുൾ ആയിരിക്കുവേ. അല്ല, അണ്ടിപ്പിളിക്കാവ് ജംഗ്ഷനിൽ എനിക്കൊരു കടയുണ്ട്. അപ്പൊ ആ കടയിൽ ഞാനാണ് ഇരിക്കുന്നത്. അപ്പൊ ആ പരിസരത്ത് തന്നെ ഷൂട്ട് കിടന്നു കഴിഞ്ഞാൽ എന്റെ ഒരു നോട്ടം ഈ ഷൂട്ടിലും ഉണ്ടാവും, കടയിലും ഉണ്ടാവും. അപ്പൊ കടയിലെ കച്ചവടം നടക്കും, ഷൂട്ട് നടക്കുന്നിടത്തേക്ക് കണ്ണും ഉണ്ടാവും. അപ്പൊ അതാണ് ചെയ്യേണ്ടത്. അപ്പൊ അവന്റെ മനസ്സൊന്നും മാറ്റി തന്നെ ഈ ജർമ്മനി മാറ്റി അണ്ടിപ്പള്ളിക്കാവ് ആക്കണം. അണ്ടിപ്പള്ളിക്കാപ്പ് ആക്കി തരണം. ഓക്കെ, ജർമ്മനി മാറ്റിയിട്ട് നമ്മൾ അണ്ടിപ്പള്ളിയിലേക്ക് പിടിക്കുന്നതാണ്. ലേശ കാശിയിലുണ്ടാവുക. കുഴപ്പമില്ല, കാശിനിക്കൊരു വിഷയം. ആയിക്കോട്ടെ. അപ്പൊ ഒരു കാര്യം ചെയ്യ്,
ദക്ഷിണയായിട്ട് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് വരിക. ഞാനപ്പോ ഒരു യന്ത്രം ജപിച്ചോടെ വെക്കാം. ശരി, അങ്ങനെയാണ് ഞാൻ പോയിട്ട് ഒരു JCB ആയിട്ട് വരാം. എന്തിനാ അത്? അല്ല, യന്ത്രം കൊണ്ടുകൊണ്ട് ഇവിടുന്ന്. ഇതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, പേര് മാത്രം ഒന്ന് മാറ്റിയാൽ മതി. അപ്പൊ നീ സെയിം ആകും. കിഴങ്ങ JCB എന്തിനാണ്? യന്ത്രം എന്ന് പറഞ്ഞ ഇത്തിരി ഉള്ള ഒരു സാധനമാണ്, അത് തരാമെന്നാണ് പറഞ്ഞത്. അതായിരുന്നു ഞാൻ യന്ത്രം എന്ന് പറയുമ്പോൾ വലിയ പ്രൊപ്പല്ലർ ആയിരിക്കും എന്ന് കരുതി, അതാണ് ഞാൻ. പ്രൊഡ്യൂസറാണ് പോലും. ചെല്ലിയ അപ്പൊ ഞാനൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ദക്ഷിണയായിട്ട് വരിക. ഈ യന്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഓടുവോ? 1/2 മണിക്കൂർ കഴിഞ്ഞ് വരിക. ഓടും, ഇല്ലെങ്കിൽ ഞാൻ ഓടിക്കും. എനിക്ക് അത് കേട്ടാ മതി. അതാണ്. അപ്പൊ ഞാൻ പോയിട്ട് വരിക. എന്താ ചെയ്യാ? കുമാരിയാണ്, കരുണിമണിയാണ്. ഇങ്ങോട്ട് വരിക, വലത്ത് ഭാഗം വരിക. ഇവിടെ നിൽക്കുക. നമസ്കാരം. നമസ്കാരം. എന്താണാവോ? പ്രശ്നങ്ങളൊന്നും അറിയാൻ വന്നതാ. പ്രശ്നമെന്ന് വെച്ചാല് ഭാര്യ 3 പിള്ളേരായിരുന്നു. ഭാര്യ കഴിഞ്ഞ ആഴ്ച ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ പിടിച്ചോണ്ട് വന്നു. ഇപ്പൊ സ്വസ്ഥം സമാധാനമായിട്ട് വീട്ടിൽ തന്നെ കൂടുന്നു ഞങ്ങള്. അയ്യോ, അതല്ല, എന്റെ പ്രശ്നങ്ങൾ അറിയാൻ വന്നതാ. ഓ, നിങ്ങളുടെ പ്രശ്നം അറിയാൻ വേണ്ടി വന്നാണോ? പറയൂ, എന്താണ്? ദക്ഷിണ. ഇതിനങ്ങനെ ഒരു കണക്കേ കാര്യങ്ങളൊന്നുമില്ല. ഇഷ്ടമുള്ളത് ഇങ്ങ് തരിക. അല്ല, എന്നാലും സ്വാമി പറയണമല്ലോ. നോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ബാർഗിയം പാടില്ല. ഇഷ്ടമുള്ളത് മനസ്സറിഞ്ഞ് തരിക, എനിക്ക് സന്തോഷമാകും. എന്താ പിന്നെ ഞാനൊരു 50 രൂപ ഇങ്ങ് തരട്ടെ? ആയിക്കോട്ടെ, ഒരു 2000-ന്റെ നോട്ടിൽ 50 പൊഞ്ഞിങ്ങ എന്നോളൂ, ഞാൻ വാങ്ങിച്ചോളാം. ഈ 2000 എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കൂടുതലല്ലേ? എന്ത് കൂടുതല്? GSTയും പിടുത്തവും വലിയൊക്കെ കഴിഞ്ഞ് ചില്ലറ പൈസ എനിക്ക് കിട്ടത്തുള്ളൂ. അതിൻ്റെ അകത്ത് വലിയ നേട്ടമൊന്നുമില്ല മോനെ. അപ്പൊ 2500 രൂപ വരെ എന്നിട്ട് കാര്യങ്ങൾ പറയാം. ഞാൻ പൈസയൊക്കെ തരാം. ഞാൻ ഭയങ്കര പ്രശ്നത്തിലാ. എന്നെ ഒന്ന് കാണുമ്പോഴേ അറിയാം. എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. രക്ഷപ്പെടുത്തി തരാം. നാം ഒരു 4 ഐലസ ജപിച്ചങ്ങ് തരാം. ഐലേസയോ? ഐലസ എന്ന് പറഞ്ഞാൽ മറ്റേ ചെമ്പിന്റെ ഇങ്ങനത്തെ സാധനം ഇല്ലേ, തകിട് പോലത്തെ. അയ്യോ, അത് ഏലസല്ലേ? അത് തന്നെ. 4 ഞാൻ അങ്ങ് ജപിച്ചു തരാം. അത് വീടിന്റെ 4 മൂലയ്ക്ക് കുഴിച്ചങ്ങോട്ട് ഇടുക. അയ്യോ, അത് പറ്റത്തില്ല. ഞാൻ ഫ്ലാറ്റിലാ താമസിക്കുന്നേ. ആണോ? ഒരു കാര്യം ചെയ്യ്, ഫ്ലാറ്റിൽ തന്നെ ആയിക്കോട്ടെ. ഫ്ലാറ്റിന് 4 മൂലയ്ക്ക് അവൻ കുടിച്ചിടാവല്ലോ. കുടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാല് നിങ്ങൾ മാത്രമല്ല രക്ഷപ്പെടുക, ആ ഫ്ലാറ്റിലുള്ള എല്ലാവരും രക്ഷപ്പെടും. അയ്യോ, എന്നാ പിന്നെ വേണ്ട. എന്നെ പോലെ രക്ഷപ്പെടണമെന്ന് പറഞ്ഞിട്ട് കുറെ സ്ത്രീകൾ അതിനകത്തുണ്ട്. രക്ഷപ്പെടണ്ട, അവരാരും രക്ഷപ്പെടണ്ട. അപ്പൊ അത് വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് രക്ഷപ്പെടണം. ഞാൻ എന്റെ പ്രശ്നം ഞാനൊന്ന് പറഞ്ഞില്ലേ ഇതുവരെ? എന്റെ ഭർത്താവിന്റെ ഭയങ്കര കുടിയനാ. എന്റെ ഭർത്താവ് കുടിയാണ്. നല്ല കുടിയാ. അപ്പോൾ അങ്ങനെയാണെങ്കിലേ നാം ഒരു പൊടി അങ്ങ് ജപിച്ചു തരാം. അതങ്ങ് കലക്കി കൊടുത്താൽ മതി, പിന്നെ കുടി അങ്ങ് നിർത്തിക്കോളും. അല്ല, ഈ പൊടി കഴിച്ചാൽ കുടി മാറും, ഉറപ്പാണോ? ഉറപ്പല്ലേ, ഞാൻ ഉദാഹരണമല്ലേ. എന്റെ ഭാര്യ എനിക്ക് അതല്ലേ തരുന്നത്, ഞാൻ അങ്ങനെയല്ലേ കുടി നിർത്തിയത്. അതങ്ങ് കലക്കി കൊടുത്താൽ കുടി അങ്ങ് നിൽക്കും. അല്ല, കുടി അവിടെ നിന്നോട്ടെ. ആയിക്കോട്ടെ, അതല്ല പ്രശ്നം. പിന്നെ എന്താ പ്രശ്നം? ഇനിയും പ്രശ്നങ്ങളുണ്ടോ? ഒന്ന് ഇരിക്കാമോ? ആയിക്കോട്ടെ, നമുക്ക് 2 പേർക്ക് ഇരുന്ന് പറയാം കാര്യങ്ങൾ. ചില കാര്യങ്ങൾ ഇരുന്ന് സംസാരിച്ചാലേ അതിന്റെ ലോജിക്ക് കിട്ടുള്ളേ. അതുകൊണ്ടാണ് ലേശം അടുത്തിരിക്കുക, ഒരു ഉണർവ് കിട്ടിക്കോട്ടെ. ഈ പ്രശ്നം എന്താന്ന് വെച്ചാലേ, ഞാനൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പറഞ്ഞായിരുന്നല്ലോ. അതിന്റെ തൊട്ട് താഴത്തെ ഫ്ലാറ്റില് ഒരു ജർമ്മനിക്കാരൻ താമസിക്കുന്നുണ്ട്. ജർമ്മനിക്കാരൻ താമസിക്കുന്നുണ്ട്. ഞങ്ങൾ പരസ്പരം വെറുതെ ഒന്ന് പരിചയപ്പെട്ടതാ. പരിചയപ്പെട്ട് ഇപ്പൊ അതങ്ങ് ഭയങ്കര ശല്യമായി. ശല്യമായിട്ട് ഇപ്പൊ പുള്ളിക്കാരനെ വിസയും പാസ്പോർട്ടും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുക, എന്നെ കൂടെ ജർമ്മനി കൊണ്ടുപോകണമെന്നും പറഞ്ഞിട്ട്. അവിടെ വരെ മൂത്തോ കാര്യങ്ങള്? ഇപ്പൊന്ന് വെച്ചാൽ അത് എന്റെ ഭർത്താവ് അറിഞ്ഞു. അതിലപ്പുറം പ്രശ്നമായി. ഇപ്പൊ ഈ ശല്യം എങ്ങനെയല്ലോ ഒന്ന് ഒഴിവാക്കി തരണം. അപ്പൊ അതാണ് പ്രശ്നം. അപ്പോൾ ഈ ജർമ്മൻ എന്ന് പറയുന്ന പ്രശ്നം, ഭർത്താവ് എന്ന് പറയുന്ന 2 പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അത് ഒഴിവാക്കി തരണം. ഒരു കാര്യം ചെയ്യ്, ഞാനൊരു തകിട് അങ്ങ് ജപിച്ചു തരാം. ആ തകിട് ഈ പറഞ്ഞ പ്രശ്നക്കാരൻ വരുന്നിടത്തും കുഴിച്ചിടുക. അയാൾ അതിനെ മറികടന്ന് കഴിഞ്ഞാൽ പിന്നെ അയാൾ ഈ നാട് വിട്ട് അങ്ങ് പൊക്കോളും. ഈ ജർമ്മനിക്കാരൻ വരുമല്ലോ ശല്യമായിട്ട്, അപ്പോൾ അയാൾ അത് മറികടക്കുക, അയാൾ ഈ നാട് അങ്ങ് വിട്ടു പൊക്കോളും. അയ്യോ, ജർമ്മനിക്കാരൻ പോവണ്ട, പിന്നെ ഭർത്താവ് പോയാ മതി. എങ്ങനെയാ? ജർമ്മനിക്കാരനോട് പോവാൻ ഞാൻ തയ്യാറാ. അയാൾ അവിടെ നിലനിൽക്കണം. ഭർത്താവ് പോണം, ഭർത്താവ് ഒഴിഞ്ഞു പോണം. അതാണ് ചെയ്യേണ്ടത്. ചെയ്തു തരാം. ലേശം കാശ് കൂടുതലാണേ. കാശൊക്കെ ഒരു പ്രശ്നമല്ല. അത് ഞാൻ ചെയ്തു തരാം. അതിനും ഈ പറയുന്ന പോലത്തെ ഒരു ഐലസ തന്നെ ചെയ്താൽ മതി. ഐലസ ചെയ്താൽ അയാളും അങ്ങ് പൊക്കോളും. ഓഹോ, അതങ്ങ് ചെയ്തു തരാം. ഓക്കെ. ഈ ഏലസ് കുഴിച്ചിട്ട് ഭർത്താവ് ഓടിപ്പോവോ? ഓടുവോന്നോ? ഇല്ലെങ്കിൽ നോമ ഓടിക്കും. ധൈര്യമായിട്ട് പൊക്കോളുക. അപ്പോൾ ഐശ്വര്യമായിട്ട് ദക്ഷിണമായിട്ട് നാളെയോ മറ്റന്നാളോ എപ്പോഴാന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരിക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഗണിച്ചിട്ടേ അങ്ങോട്ട് റെഡിയാക്കി തരാം. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ജർമ്മൻകാരൻ വീടാൻ വേണ്ടിട്ടേ എങ്ങനെയാണാവോ അയാളെ ഒന്ന് ശൃംഗരിച്ച് ചിരിച്ചെടുത്തത്?
ഇതാണല്ലേ നോമ്പ് തന്നെ ചെറുതായിട്ടൊന്ന് വീട് പോയി. പിന്നെ എങ്ങനെ പാസ്പോർട്ടും വിസയും ഉണ്ടാക്കി അയാൾ വരാതിരിക്കും? ഓക്കെ ഓക്കെ, അപ്പൊ കാര്യങ്ങളെല്ലാം ഞാൻ ഭംഗിയാക്കി തരാം കേട്ടോ, ഒന്നുകൊണ്ട് പേടിക്കണ്ട. എന്തിനാ നിൽക്കുന്ന അവിടെ ഇരിക്കുക? അല്ല നീ എന്താ ഇവിടെ? പിന്നെ ഞാൻ ചേട്ടന്റെ നല്ല സമയം നോക്കാൻ വേണ്ടി വന്നതാ. നിങ്ങൾ തമ്മിൽ എപ്പോ അറിയോ? എന്റെ ഭാര്യയല്ലേ? എന്റെ ഭർത്താവാ. അപ്പൊ ഇതും നമ്മുടെ ജർമ്മൻ ജർമ്മൻ ഇത് എന്റെ ചേട്ടൻ, സ്വന്തം ചേട്ടൻ. ഓ സ്വന്തം ചേട്ടനാണല്ലേ? ആ സമയം. അപ്പൊ നമ്മുടെ യന്ത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? ആ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? പടം ഓടുവോ? പടം ഓടുവോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിന്റെ ഭാര്യ ഒരാഴ്ചക്കുള്ളിൽ ജർമ്മനിയിലേക്ക് ഒരു വലിയ ഹോട്ടൽ ഓടാനുള്ള സാധ്യതകൾ നാം കാണുന്നുണ്ട്. മനസ്സിലായില്ല? നിന്നെ ഒഴിവാക്കിയിട്ട് ഒരു ജർമ്മൻ എന്ന് പറയുന്ന ആളുടെ കൂടെ ഒളിച്ചോടാനായിട്ട് പ്ലാൻ ചെയ്യാൻ, അതിന് പ്രശ്നം വെക്കാൻ വേണ്ടി വന്നതാണ് ഇരിക്കുന്ന സ്ത്രീ. ഞാൻ പറഞ്ഞില്ലേ, പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഓടാത്തതും ഓടുവന്ന്. ആ ഓട്ടമാണേ ദാ ഓടണേ.